different types of relations. നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ +1 പഠിച്ച കുറച്ച് ടേംസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ സെറ്റ്സ്. വാട്ട് ഈസ് മീൻ ബൈ സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓൾവേസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദിസ്. അതായത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് എംപ്റ്റി സെറ്റ്. A set which does not contain any element is called empty set or null set or void set. The symbol phi is used to represent this. ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. ദ സിമ്പിൾ ഫൈ ആണ് നമ്മൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദ തേർഡ് വൺ ഈസ് സബ്സെറ്റ്. ഇഫ് എ ഈസ് എൻ സബ്സെറ്റ് ഓഫ് ബി, എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ബി. ഒരു സെറ്റ് എയിനെ ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റ്സും സെറ്റ് ബിയിലും ഉണ്ടായിരിക്കും. നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പി ക്രോസ് ക്യൂ ഈസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം പി ആൻഡ് ക്യൂ. അതായത് സെറ്റ് പിയിലെയും ക്യൂവിലെയും ഓർഡേഡ് പെയേഴ്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. We know that a relation are defined in a set A is always a subset of A cross A. Set A യിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ എപ്പോഴും A cross Aയുടെ സബ്സെറ്റ് ആയിരിക്കും. Then we can move to the topic. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് നമുക്ക് നോക്കാം. The first one is empty relation. A relation are in a set A is called empty relation if no element of A is related to any element of A. That is R equal to phi is a subset of A cross A. ഞാൻ സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയണമെങ്കിൽ എയിലെ ഒരു എലമെൻറ്റും വേറൊരു എലമെൻറ്റിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിലൊരു സെറ്റ് ഉണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4. അതായത് 1, 2, 3, 4 എലമെൻറ്റ്സ് ആയ ഒരു സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് വെച്ചാൽ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ എ കോമ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ വെയർ എ മൈനസ് ബി ഈക്വൽ ടു 10. അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 10 ആയുള്ള പെയേഴ്സിനെ ഞാൻ എ ക്രോസ് എയിൽ നിന്ന് പിക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എ ക്രോസ് എ എഴുതി നോക്കാം. എ ക്രോസ് എ ഈക്വൽ ടു 1, 1, 1, 2, 1, 3, 1, 4, 2, 1, 2, 2, 2, 3, 2, 4, 3, 1, 3, 2, 3, 3, 3, 4, 4, 1, 4, 2, 4, 3 and 4, 4. അതായത് നമുക്ക് എ ക്രോസ് എ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു പെയർ സെലക്ട് ചെയ്യുന്നു. 4, 1. അതായത് നമുക്കറിയാം ഡിഫറൻസ് മാക്സിമം കിട്ടുന്നത് ഒരു ഹയസ്റ്റ് നമ്പറിൽ നിന്ന് ലോവസ്റ്റ് നമ്പർ കുറയ്ക്കുമ്പോഴാണ്. സോ 4 - 1 = 3. അതായത് നമുക്കുള്ള പെയേഴ്സിൽ നിന്ന് മാക്സിമം ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് 4 - 1 = 3. അതായത് 3 എന്നതാണ്. ഒരിക്കലും A - B = 10 എന്നൊരു പെയർ നമുക്ക് ഈ എ ക്രോസ് എയിൽ നിന്ന് പിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഈ റിലേഷനിലെ എലമെൻറ്റ് 0 ആയിരിക്കും. ഇത്തരം ടൈപ്സ് ഓഫ് റിലേഷനെയാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. The second one is universal relation. If a relation defined in a set A is called universal relation if any element of A is related to every element of A, that is R is equal to A cross A. നമ്മൾ സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റ്സും പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. സോ എനിക്ക് സെയിം സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4. ഞാനതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് വെച്ചാൽ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ ഓഫ് എ കോമ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ വെയർ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ മോഡുലസ് സൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് മൈനസ് വാല്യൂസ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ എനിക്കെൻ്റെ സെയിം എ ക്രോസ് എയും കയ്യിലുണ്ട്.
ഞാൻ അതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു പെയർ ചൂസ് ചെയ്യുന്നു. Ordered pair of 2, 3, where A is equal to 2 and B equal to 3, where modulus of A minus B equal to modulus of 2 minus 3 equal to modulus of minus 1, which is equal to 1, which is greater than or equal to 0. അതായത് A cross Aയിലെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരം ടൈപ്സ് ഓഫ് റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. The next one is reflexive relation. A relation defined in a set A is called reflexive relation if ordered pair A1, A1 is an element of R for all A1 is an element of set A. അതായത് ഞാൻ സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ അത് ആ എലമെൻറ്റിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എൻ്റെ കയ്യിൽ സെയിം എക്സാമ്പിൾ ഉണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4. ഞാൻ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനിലെ എലമെൻറ്റ്സ് ആണ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ ഓഫ് 1, 1, 2, 2, 3, 3, 4, 4. അതായത് നമുക്ക് ഈ റിലേഷനിലെ എലമെൻറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. 1, 1, 2, 2, 3, 3, 4, 4 ഒക്കെ ഈ റിലേഷനിലെ എലമെൻറ്റ്സ് ആണ്. അതായത് ഇത്തരം ടൈപ്സ് ഓഫ് റിലേഷൻസിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. The next one is symmetric relation. A relation defined in a set A is called symmetric relation if A1, A2 is an element of R, which implies that A2, A1 is also an element of R for all A1, A2 is an element of set A. അതായത് സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയണമെങ്കിൽ A1 A2വിനോട് റിലേറ്റഡ് ആണെങ്കിൽ A2 തിരിച്ച് A1നോടും റിലേറ്റഡ് ആയിരിക്കണം. സോ എൻ്റെ കയ്യിൽ സെയിം സെറ്റ് ഉണ്ട്. സെറ്റ് 1, 2, 3, 4. ഞാൻ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ്റെ എലമെൻ്റ് ആണ് R ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 2, 1, 2, 2. അതായത് 1, 2 ഇതിൻ്റെ ഒരു എലമെൻ്റ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും 2, 1 ഇതിൻ്റെ എലമെൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് സിമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമ്മുടെ റിലേഷനിൽ 2, 1ഉം ഇതിൻ്റെ എലമെൻ്റ് ആണ്. സോ ദിസ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആർ കോൾഡ് സിമെട്രിക് റിലേഷൻസ്. The next one is transitive relation. A relation are defined in a set A is called transitive relation if A1, A2 is an element of R, A2, A3 is an element of R, which implies that ordered pair A1, A3 is also an element of R, where for all A1, A2, A3 is an element of set A. സെറ്റ് എ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ ഞാൻ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ A1ഉം A2ഉം റിലേറ്റഡ് ആണ്, A2ഉം A3യും റിലേറ്റഡ് ആണ്. എന്നാൽ മസ്റ്റായിട്ടും A1ഉം A3യും റിലേറ്റഡ് ആയിരിക്കണം. എൻ്റെ കയ്യിൽ സെയിം സെറ്റ് ഉണ്ട്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4. ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷനിലെ എലമെൻറ്റ്സ് ആണ് R ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 1, 3, 2, 3. അതായത് 1ഉം 2ഉം ഇത് റിലേറ്റഡ് ആണ്, 2ഉം 3യും റിലേറ്റഡ് ആണ്. ഇത് ട്രാൻസിറ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 1ഉം 3യും ഈ റിലേഷനിലെ എലമെൻ്റ് ആയിരിക്കണം. നമുക്ക് ഈ റിലേഷനിലെ എലമെൻറ്റ്സിലും 1ഉം 3യും ഉണ്ട്. സോ ദിസ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആർ കോൾഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഈക്വലൻസ് റിലേഷൻ. കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. സോ എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് equivalence relation. It must be satisfy reflexive, symmetric and transitive condition. അതായത് എൻ്റെ സെറ്റ് എയിൽ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അവ മസ്റ്റായിട്ടും റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let T be the whole triangles in a plane. The relation R is equal to set of ordered pair T1, T2 is an element of R where T1 is congruent to T2.
ശരിക്കും കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നത് സർവസമം എന്ന് മലയാളത്തിൽ പറയും. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിനെ സർവസമ ത്രികോണങ്ങൾ എന്ന് പറയും. അതായത് ഐഡന്റിക്കൽസ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് സർവസമ ത്രികോണങ്ങൾ. എപ്പോഴും ഒരു ട്രയാങ്കിൾ അതിനോട് തന്നെ ഐഡന്റിക്കൽ ആയിരിക്കില്ലേ? സോ T1, T1 ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ദിസ് റിലേഷൻ. അതുകൊണ്ട് തന്നെ ഇത് റിഫ്ലെക്സീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി നമുക്കിത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. T1 എന്ന ട്രയാങ്കിൾ T2വിനോട് ഐഡന്റിക്കൽ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും T2 T1നോട് തിരിച്ചും ഐഡന്റിക്കൽ ആയിരിക്കണം. സോ T1, T2 ഈസ് ആൻ എലമെന്റ് ഓഫ് R, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് T2, T1 ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് R. സോ ഇത് സിമെട്രിക്കുമാണ്. ഇനി നമുക്കിത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് T1ഉം T2ഉം കോൺഗ്രുവൻ്റ് ആണ്, T2ഉം T3യും കോൺഗ്രുവൻ്റ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും T1ഉം T3യും ഐഡന്റിക്കൽ ആയിരിക്കും. സോ T1, T3 ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് R. ദെൻ ഇത് ട്രാൻസിറ്റീവുമാണ്. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ദിസ് ടൈപ്സ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. Sometimes we called both empty relation and universal relations are trivial relations. നമ്മൾ ചിലപ്പോഴൊക്കെ empty റിലേഷൻസിനെയും യൂണിവേഴ്സൽ റിലേഷൻസിനെയും ട്രിവിയൽ റിലേഷൻ എന്ന് പറയുന്നു. ഇത്രയും ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് കാണാം.